ഞാൻ എവിടെ പോയാലേ എനിക്ക് കുറച്ച് കൂട്ടുകാരെ കിട്ടും. എനിക്ക് ഓഫീസിൽ കിട്ടിയൊരു പുതിയ കൂട്ടുകാരനെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരട്ടെ. എൻ്റെ പേരാണ് മിട്ടു. ഞാൻ അങ്ങനെയാണ് വിളിക്കണത്. ഒരു ദിവസം ചുമ്മാ ഓഫീസിൻ്റെ ഫ്രണ്ടിലിരുന്ന സമയത്ത് രാവിലെ തന്നെ ഒരാൾ കരഞ്ഞുകൊണ്ട് അടുത്തേക്ക് വന്നേക്കാണ്. അപ്പം ഞാൻ വിചാരിച്ചത് ഈശ്വര എവിടെ നിന്ന്, എൻ്റെ ഓഫീസ് ഫിഫ്ത്ത് ഫ്ലോറിലാണ് കേട്ടോ. ഇവൻ ഇത് ഏതിലെ കയറി വന്നു, ലിഫ്റ്റ് വഴി വന്നതാണോ ആശ എന്നൊക്കെ ഞാൻ ആദ്യം വിചാരിച്ചു. പക്ഷെ അവൻ സ്ഥിരം അവിടുത്തെ സഞ്ചാരകനാണെന്ന് എനിക്ക് മനസ്സിലായി. ആൾക്ക് ഭയങ്കര സ്നേഹമാട്ടായി. ഞാനൊരു പൊതുവേ പൂച്ച സ്നേഹി ആയതുകൊണ്ട് ഈ പൂച്ചകൾ എന്നെ അട്രാക്റ്റ് ചെയ്ത് വരണതാണെന്നാണ് ഞാൻ വീട്ടിൽ പറഞ്ഞപ്പോൾ എൻ്റെ അമ്മയുടെ മറുപടി ആയിരുന്നു. അതിനധികം തൊടാൻ നിൽക്കണ്ടെന്നാണ് അവർ പറഞ്ഞത്. കാരണം പുറത്തേക്കൂടെ നടക്കണതാണല്ലോ. പക്ഷേ പുള്ളിയോട് നമ്മൾ എന്ത് ചോദിച്ചാലും പുള്ളി എന്നോട് സംസാരിക്കണ പോലെ എനിക്ക് തോന്നുക. പിറ്റേ ദിവസം 2-3 ദിവസം ഞാൻ ഇതുപോലെ ചെന്നപ്പോൾ ആളെ ഞാൻ അവിടെ കണ്ടിട്ടോ. നമുക്ക് ബിസ്ക്കറ്റൊക്കെ വാങ്ങിച്ചു കൊടുത്താലും കക്ഷി കഴിക്കൊന്നുമില്ല കേട്ടോ. നമ്മുടെ കയ്യിൽ പിന്നെ മീനും ചിക്കനൊന്നും ഉണ്ടാവില്ല കൊടുക്കാനായിട്ട്. പക്ഷെ ഒന്നും കൊടുത്തില്ലെങ്കിലും ആൾക്ക് ഭയങ്കര സ്നേഹം കേട്ടോ. ആൾ എന്തൊക്കെയോ വന്ന് എന്നോട് പറയണ പോലെ തോന്നാറുണ്ട്. ചില ദിവസങ്ങളിൽ രാവിലെ നേരത്തിലും ഞാൻ അവിടെ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ എനിക്ക് കൂട്ടായിട്ടുള്ളത് കക്ഷിയാട്ടോ. ആളോട് എന്തെങ്കിലുമൊക്കെ മിണ്ടിയും പറഞ്ഞൊക്കെ ഇരിക്കുമ്പോൾ നല്ല രസമാണ്. എനിക്ക് വീട്ടിലിതുപോലെ ഒരു സാധനമുണ്ട്. പക്ഷെ അവനോട് ഇങ്ങനെ സംസാരിച്ച് ഞാൻ തിരിച്ച് സംസാരിക്കൊന്നുമില്ല കേട്ടോ. പക്ഷെ ഇത് വെറുതെ വഴി കൂടെ പോണ ഒരാളോട് ഇത്രയും സംസാരിക്കണം, കെയറിങ്ങും എന്താ പറയുക, ഒരു പ്രത്യേക സ്നേഹമാണ് ഇതുങ്ങൾക്കൊക്കെ. പിറ്റേ ദിവസം ഞാൻ ലിഫ്റ്റ് തുറന്നൊന്ന് കക്ഷിനെ നോക്കി കഴിഞ്ഞപ്പോൾ പുള്ളി അവിടെ ഇല്ല കേട്ടോ. എല്ലാ ദിവസവും ഇരിക്കാറുണ്ട് അവിടെ. അത് കഴിഞ്ഞ് 2 സെക്കൻഡ് കഴിഞ്ഞപ്പോഴത്തേക്കും കക്ഷി എവിടെ നിന്നോ അവിടെ എത്തിയിട്ടുണ്ട്. പിന്നെ ഞാൻ ചെന്ന ആളെന്ന് രാവിലെ തന്നെ ഒരു തലോടലും കുറച്ച് കൊഞ്ചിക്കലൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോൾ ആൾ ഓക്കെ ആയിട്ടോ. പിന്നെ അവനിങ്ങനെ ചൊറിഞ്ഞോണ്ടിരിക്കണവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അവരിങ്ങനെ ചൊറിഞ്ഞോണ്ടിരിക്കാൻ വേണ്ടി എൻ്റെ അടുത്ത് വന്ന് ഓരോ കോപ്രായങ്ങളും കോഷ്ടികളും കാണിക്കലൊക്കെയാണ്. ആൾക്ക് ചെറിയ പേടിയൊക്കെ ഉണ്ട് കേട്ടോ, പുറത്തുനിന്നുള്ള ഒരാളായതുകൊണ്ട്. പക്ഷേ ആൾ ഭയങ്കര എന്താ പറയുക, നമ്മൾ ഉപദ്രവിക്കുകയോ കാര്യങ്ങളൊന്നും ചെയ്യില്ല. ഞാൻ കുറച്ച് കഴിഞ്ഞ് ഓഫീസിൻ്റെ പുറത്തേക്ക് നോക്കി കഴിഞ്ഞപ്പോൾ ഒരാൾ എന്നെയും കാത്ത് അവിടെ ഇരിക്കുക. ചിലപ്പോൾ എനിക്ക് തോന്നാറുണ്ട് ഈ മനുഷ്യരെക്കാളൊക്കെ എത്രയോ നല്ലതല്ലേ ഈ മൃഗങ്ങൾ.